ഹായ് സുഹൃത്തുക്കളെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പകുതി പഠിച്ചു വെച്ചിരുന്ന സർഫസ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചില പോർഷൻസാണ്. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്, കൊളോയിഡുകളുടെ പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ തന്നിരിക്കുന്ന സംഗതിയാണ് ടിൻഡാൽ എഫക്റ്റ്. എന്താണ് ടിൻഡാൽ എഫക്റ്റ്? ടിൻഡാൽ എഫക്റ്റ് നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങൾ നോക്കുമ്പോൾ ഈ ചിത്രങ്ങളുടെ അകത്തൂടെ ലൈറ്റ് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസമാണ്, അല്ലെങ്കിൽ ആ കളർ ചേഞ്ചാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു കൊളോയിഡിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേകത, അതിനെയാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, when a beam of light is passed through a colloidal solution kept in dark, ഒരു ഡാർക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ഒരു ബീം ഓഫ് ലൈറ്റ്, അതായത് പ്രകാശത്തിൻ്റെ ഒരു ബീം കടന്നു പോകുമ്പോൾ, പ്രകാശത്തിൻ്റെ ഒരു ബീം കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ പാത്ത് ഓഫ് ദ ബീം ഗെറ്റ്സ് ഇലൂമിനേറ്റഡ്. ആ പ്രകാശത്തിൻ്റെ ബീം കടന്നു പോകുന്ന പാത്ത്, വഴി ഇലൂമിനേറ്റ് ചെയ്യപ്പെടുന്നു, തിളങ്ങുന്നു. ഒരു ബ്ലൂയിഷ് കളറിൽ, അങ്ങനെ തന്നെ കൃത്യമായി വരണമെന്നല്ല, ഒരു ഏകദേശം ഒരു ബ്ലൂയിഷ് കളറിൽ നമുക്ക് ഈ സംഗതി, ഈ പാത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിൻഡാൽ എഫക്റ്റ്. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ കെപ്റ്റ് ഇൻ ഡാർക്ക് കണ്ടീഷനിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ഒരു പ്രകാശത്തിൻ്റെ ബീം കടന്നു പോകുമ്പോൾ ആ ബീമിൻ്റെ പാത്ത്, അത് കടന്നു പോകുന്ന ആ പാത്ത് ഇലൂമിനേറ്റ് ചെയ്യപ്പെടും. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെയോ ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ടിൻഡാൽ എഫക്റ്റ് ആൻഡ് ദ പാത്ത് ഈസ് നോൺ ആസ് ടിൻഡാൽ കോൺ. അപ്പോൾ നമ്മൾ ഈ എഫക്റ്റിനെ ടിൻഡാൽ എഫക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എത്ര ഭാഗത്താണോ ഈ കളർ അല്ലെങ്കിൽ ഈ ഇലൂമിനേഷൻ അല്ലെങ്കിൽ ഈ തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ കോണിനെ അല്ലെങ്കിൽ ആ അത്രയും സ്പേസിനെ നമ്മൾ വിളിക്കും ടിൻഡാൽ കോൺ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ടിൻഡാൽ കോൺ. അപ്പം നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്തെന്ന് പറഞ്ഞു, രണ്ടാമത് എന്തെന്ന് പറഞ്ഞു? ടിൻഡാൽ കോൺ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സ്ലൈഡിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ ടിൻഡാൽ കോൺ. പിന്നെ നമ്മൾ ഏത് നോക്കണം? ടിൻഡാൽ എഫക്റ്റ്, അതിൻ്റെ റീസൺ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഈ ടിൻഡാൽ എഫക്റ്റുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള 1-2 ഫാക്റ്റുകൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ടിൻഡാൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഈ ടിൻഡാൽ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ടിൻഡാൽ എഫക്റ്റ് ഉണ്ടാകുന്നതിനുള്ള കാരണം സ്കാറ്ററിങ് ആണ്. ആരുടെ സ്കാറ്ററിങ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്കാറ്ററിങ് ആണ് എന്തിന് കാരണമാകുന്നത്? നമ്മുടെ ടിൻഡാൽ എഫക്റ്റിന് കാരണമാകുന്നത്. എങ്ങനെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു? ആരിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു? ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിനകത്ത് തട്ടി ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടിൻഡാൽ എഫക്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ടിൻഡാൽ എഫക്റ്റിൻ്റെ ബേസ് എന്താണ്, കാരണം എന്താണ്, റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടിക്കൊണ്ട് നമ്മുടെ ലൈറ്റ് സ്കാറ്റർ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. ഓക്കെയാണ്? ഓക്കെയാണ്. പിന്നെയോ അടുത്ത നോക്കൂ. ദ ടിൻഡാൽ എഫക്റ്റ് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ദ ട്രൂ സൊല്യൂഷൻസ്. ട്രൂ സൊല്യൂഷൻസ് ടിൻഡാൽ എഫക്റ്റിനെ കാണിക്കുന്നില്ല. ട്രൂ സൊല്യൂഷൻസ് എന്ത് കാണിക്കുന്നില്ല? ഈ ടിൻഡാൽ എഫക്റ്റ് ആര് കാണിക്കുന്നില്ല? ട്രൂ സൊല്യൂഷൻസ്. എന്താണ് ട്രൂ സൊല്യൂഷൻസ്? നമ്മുടെ യഥാർത്ഥ ലായനികൾ എന്ന് പറയുന്ന സംഗതികൾ. അപ്പം നമ്മളൊരു പഞ്ചസാര ലായനി എടുത്തു,
അതിനകത്തെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കത്തില്ല. ഒന്നിലധികം കണ്ടൻറ്റുകൾ ഉള്ളത് കൊണ്ട് അതൊരു മിക്സ്ചറാണ്. എങ്ങനെയുള്ള മിക്സ്ചറാണ്? ഹോമോജീനിയസ് മിക്സ്ചറാണ്, ഏകാത്മക മിശ്രിതമാണ്. എല്ലാ സൊല്യൂഷനുകളും എന്ത് തന്നെയാണ്? ഏകാത്മക മിശ്രിതങ്ങളാണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സാണ്. അങ്ങനെ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആകുമ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ പാർട്ടിക്കിളിനെ കാണാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ ചെറുതാകുമ്പോൾ അതിനകത്ത് ലൈറ്റിന് തട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കാറ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമുക്ക് നോക്കാം. ടിൻഡാൽ എഫക്റ്റ് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ട്രൂ സൊല്യൂഷൻ. ട്രൂ സൊല്യൂഷൻസ് ടിൻഡാൽ എഫക്റ്റിനെ എന്ത് ചെയ്യുന്നില്ല? കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻസ് ആർ ടു സ്മാൾ. ഈ പാർട്ടിക്കിൾസ്, സൊല്യൂഷൻസിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇൻ ദ സൊല്യൂഷനകത്തുള്ള പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്. അങ്ങനെ പാർട്ടിക്കിൾസ് വളരെ ചെറുതായത് കൊണ്ട് തന്നെ അവയിൽ തട്ടി ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്കാറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ലൈറ്റിന് പാർട്ടിക്കിളിൽ തട്ടി സ്കാറ്റർ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അവിടെ ടിൻഡാൽ എഫക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ട്രൂ സൊല്യൂഷൻസ് ടിൻഡാൽ എഫക്റ്റ് കാണിക്കില്ല. കൊളോയിഡ് ആണെങ്കിൽ ടിൻഡാൽ എഫക്റ്റ് കാണിക്കും. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് സംഗതി. ജസ്റ്റ് നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ടിൻഡാൽ എഫക്റ്റിന് കാരണമായ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിങ്ങിൻ്റെ ഫലമായിട്ടാണ് ടിൻഡാൽ എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ട്രൂ സൊല്യൂഷൻസ് ടിൻഡാൽ എഫക്റ്റിനെ കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ്. ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കാണ് ഡയമീറ്റർ വേവ് ലെങ്ത് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകരുത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡിസസ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ആ സാധനത്തിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്ന സംഗതി. അപ്പോൾ ഈ ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ എന്ത് മീഡിയം ആർ ലാർജ്ലി ഇൻ മാഗ്നറ്റ്യൂഡിൽ എന്തായിരിക്കണം? അവ വലുതായിരിക്കണം. അപ്പോൾ എന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലാർജ്ലി ഇൻ മാഗ്നറ്റ്യൂഡ്. ആ മാഗ്നറ്റ്യൂഡ് ബേസിൽ അവ നല്ല വ്യത്യാസമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല വലിയ മാഗ്നറ്റ്യൂഡിൽ മാഗ്നറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആർക്കാണ്? റിഫ്രാക്റ്റീവ് ഇൻഡിസസിന്. ആരുടെ? ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും എന്തിന്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വലിയ മാഗ്നറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം ഈ രണ്ട് കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ടിൻഡാൽ എഫക്റ്റിനെ നമുക്കൊരു കൊളോയിഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെയോ ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ടേമാണ്. ഈ ടേമിൻ്റെ പേര് അൾട്രാ മൈക്രോസ്കോപ്പ്. എന്താണ് അൾട്രാ മൈക്രോസ്കോപ്പ്? എന്താണ് അൾട്രാ മൈക്രോസ്കോപ്പ്? The ultra microscope is basically utilized for detecting the matter of particulate size and works on the principle of Tyndall effect. നമ്മൾ സാധാരണഗതിയിൽ ഈ ടിൻഡാൽ എഫക്റ്റിനെ പ്രാക്ടിക്കലി ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ അൾട്രാ മൈക്രോസ്കോപ്പ്. അപ്പം നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അൾട്രാ മൈക്രോസ്കോപ്പ് ഈസ് ബേസിക്കലി യൂട്ടിലൈസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ദ മാറ്റർ ഓഫ് particulate size അല്ലെങ്കിൽ particular size and works on the principle of Tyndall effect. ഈ ലൈറ്റ് സ്കാറ്ററിങ്ങിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ മൈക്രോസ്കോപ്പ്. ആണല്ലോ. ആണ്. പിന്നെയോ ദ Tyndall effect has been used by. അപ്പോൾ ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ ടിൻഡാൽ എഫക്റ്റിനെ ആദ്യമായി യൂസ് ചെയ്ത് പഠനം നടത്തിയ വ്യക്തികളാണ് സിഗ്മണ്ട് ഡിയും സെഡിൻഡോഫും. സിഗ്മണ്ട് ഡി ആൻഡ് സെഡിൻഡോഫ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് ഈ ടിൻഡാൽ എഫക്റ്റിനെ കുറിച്ച് അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് ഉള്ള പഠനങ്ങൾ നടത്തിയത്. ആണ്. അപ്പോൾ സിഗ്മണ്ട് ഡി ആൻഡ് സെഡിൻഡോഫ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമില്ല,
അൾട്രാ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ്. ഇതൊരു മൈക്രോസ്കോപ്പാണ്. അറേഞ്ച്ഡ് സോ ദാറ്റ് ലൈറ്റ് ഇലൂമിനേറ്റ്സ് ദ ഒബ്ജക്റ്റ്. എന്താണ്? ലൈറ്റ് ഇലൂമിനേറ്റ്സ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ സൈഡ് ഇൻസ്റ്റഡ് ഫ്രം ബിലോ. ലൈറ്റ് ഇതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ കടത്തി വിടുന്നു. ഒരു ലൈറ്റ് സോഴ്സ് കണ്ടല്ലോ, ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റിനെ ഇതിനകത്തൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കടത്തി വിടുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇത് കണ്ടോ, ഇങ്ങനെ പോകുന്ന ഈ ബീം, ഇതിനെയാണ് ടിൻഡാൽ കോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ടിൻഡാൽ കോൺ, അതായത് ആ ലൈറ്റ് കടന്നു പോകുന്ന ആ മുഴുവൻ പാതയെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ കോൺ. അപ്പോൾ ഇതിനകത്ത് വെച്ച് ഇത് കൊളോയിഡൽ സൊല്യൂഷനാണ്. ഈ പാർട്ടിക്കിൾസിൽ തട്ടി ഇതെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. കണ്ടോ, ഗംഭീരമായിട്ട് അതെന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. ലൈറ്റ് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്കാറ്റർ ചെയ്യുമ്പോൾ നമ്മളിത് എവിടെ നിന്ന് നോക്കും? അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കണ്ടോ, മുകളിൽ നിന്ന് പെർപെൻഡിക്കുലർലി താഴോട്ട് നോക്കും, ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ്, ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു, ടിൻഡാൽ കോൺ ഉണ്ടാവുന്നു, അത് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഏത് പാർട്ടിക്കിൾസ്? നമ്മുടെ കൊളോയിഡിലെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിൽ ഇത് തട്ടുന്നു, ലൈറ്റ് ഇതിനകത്ത് വെച്ച് സ്കാറ്റർ ചെയ്യുന്നു. നമ്മൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ബ്ലൂയിഷ് കളർ നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയാണ് ആ ലൈറ്റ് നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷനെ എന്ത് ചെയ്യുന്നത്? ഇലൂമിനേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സാധനത്തിന് എന്ത് ചെയ്യുന്നത്? കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ്. വലിയ കാര്യങ്ങളില്ല, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് കാര്യമായി മാത്രം എന്ത് ചെയ്യുന്നത് പറഞ്ഞ് പോകുന്നത്. വലിയ സ്ട്രെസ് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ നമ്മൾ നേരത്തെ കണ്ട ആ പിക്ചർ തന്നെയാണ് വീണ്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെയോ, ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഡസ് നോട്ട് സ്ട്രൈക്ക് ദ ഐ ഓഫ് ദി ഒബ്സർവർ. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇത് ലൈറ്റിനെ കടത്തിവിടുന്നു, മുകളിൽ നിന്നാണ് നമ്മളിതിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇൻസിഡൻറ്റ് ലൈറ്റ് ഡസ് നോട്ട് സ്ട്രൈക്ക് ദ ഐ ഓഫ് ദി ഒബ്സർവർ. നമ്മുടെ ഒബ്സർവ് ചെയ്യുന്ന ആളിൻ്റെ കണ്ണിലേക്ക് ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് പതിക്കുന്നില്ല. ആൻഡ് ദസ് ഒബ്സർവ് ദ സ്കാറ്ററിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോൾ പാർട്ടിക്കിൾസ്. നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നത് എന്തുമാത്രമാണ്? ഈ കൊളോയിഡൽ പാർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഈ സോളിൻ്റെ പാർട്ടിക്കിളിൽ ഉള്ള ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നത് ഇതേ അവസ്ഥയിൽ ഇവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഈ കളറിൻ്റെ അപ്പിയറൻസ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഒരു അൾട്രാ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി. അല്ലാതെ ഇത് വരുന്ന അതേ ഡയറക്ഷനിലോ അതിന് പാരലായിട്ടോ നമ്മൾ ഇതേപോലെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. പിന്നെയോ, ആൻ ആക്ച്വൽ ഇമേജ് ഫോർമേഷൻ ഈസ് നോട്ട് ഒബ്റ്റൈൻഡ് ബട്ട് ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ. ഇവിടെ നമുക്കൊരു ആക്ച്വൽ ആയിട്ടുള്ള ഇമേജ് ഫോർമേഷൻ ഒന്നും കാണത്തില്ല. അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ ആ വസ്തു ഏതാണോ അതിൻ്റെ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ഇമേജ് ഫോർമേഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിൻ്റെ സാധ്യത അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ ആ കൃത്യമായ അതിൻ്റെ കോമ്പോസിഷനോ അങ്ങനെയുള്ള ഒരു ഇമേജോ അങ്ങനെയുള്ള സംഗതി ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ എന്തിന് നമുക്കറിയാൻ പറ്റും? ആ പാർട്ടിക്കിൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഇതൊക്കെ അധിക വായനയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ടിൻഡാൽ എഫക്റ്റ്. രണ്ടെന്താണ്? ടിൻഡാൽ കോൺ. പിന്നെ അൾട്രാ മൈക്രോസ്കോപ്പ്. ടിൻഡാൽ എഫക്റ്റിൻ്റെ കാരണമാകുന്നത് ലൈറ്റിൻ്റെ ഏത് പ്രതിഭാസമാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്? സ്കാറ്ററിങ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന്ന് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, അത് നോക്കാം. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ബാക്കി ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു. ആ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ തുടരുന്നു. രണ്ടാമത്തത് ഏതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കളർ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കളർ ഓഫ് ദ കൊളോയിഡൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ. എന്തുകൊണ്ടായിരിക്കും അവിടെ? കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ നിർണ്ണയിക്കുന്നത് അതിനകത്തുള്ള പാർട്ടിക്കിളിൻ്റെ സൈസാണ്. കാര്യം എന്താ?
പാർട്ടിക്കിളിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സ്കാറ്ററിങ്ങിൽ എന്തുണ്ടാവും? ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. പാർട്ടിക്കിളിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആവും. സെയിം കളറല്ല, വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ നിശ്ചയിക്കുന്നത് എപ്പോഴും അതിൻ്റെ പാർട്ടിക്കിൾ സൈസാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താ? ലാർജർ ദ പാർട്ടിക്കിൾ വിൽ ബി, the larger particle will absorb the light of longer wavelength. അതായത് ലാർജർ പാർട്ടിക്കിളുകൾ, സൈസ് കൂടിയ പാർട്ടിക്കിളുകൾ ആരെ അബ്സർവ് ചെയ്യും? ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. സൈസ് കൂടിയ പാർട്ടിക്കിളുകൾ വേവ് ലെങ്ത് കൂടിയ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. പിന്നെയോ ആൻഡ് ഷോർട്ടർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്മാളർ പാർട്ടിക്കിൾസ് വിൽ അബ്സോർബ് ദ ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത്. സൈസ് കൂടിയ പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. സൈസ് കുറഞ്ഞ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഷോർട്ടർ പാർട്ടിക്കിളുകൾ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അത് ഓർമ്മിച്ച് വെക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കളറിനെ നിശ്ചയിക്കുന്നത് പാർട്ടിക്കിളിൻ്റെ സൈസാണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് വലുതായിരിക്കും. ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളതിനെ അബ്സോർബ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഓക്കെയാണ്. അങ്ങനെയാണ് ആ കളറുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റുകൾ. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രത്യേകത, മൂന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡിനകത്ത് വരുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് വേറെ ഒന്നുമില്ല. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മുടെ ഈ ഡിസ്പേഷൻ മീഡിയത്തിനകത്ത് ഇങ്ങനെ കിടക്കുക, ഫ്ലോട്ട് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ അതിന് വെറുതെ അവിടെ നിൽക്കത്തില്ല, അത് വെറുതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ചലിക്കും? കണ്ടിന്യൂസ്ലി സിക്സാഗ് മൂവ്മെൻറ്റ്. സിക്സാഗ് മൂവ്മെൻറ്റ് അതായത് ഇറഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോകുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് പോകുന്നു. അതിന് ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് സിക്സാഗ് മാനറിൽ ഇത് ഇങ്ങനെ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആര്? കൊളോയിഡൽ പാർട്ടിക്കിൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ കണ്ടിന്യൂസ് സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ഡിസ്പേഷൻ മീഡിയം ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് കാൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഇങ്ങനെ ഒരു ഡിസ്പേഷൻ മീഡിയത്തിനകത്ത് വെച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിക്സാഗ് മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഇപ്പോൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് മീൻസ് ദ സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ ദി ഡിസ്പേഷൻ മീഡിയം. ഡിസ്പേഷൻ മീഡിയത്തിനകത്ത് കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സിക്സാഗ് മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഓക്കെ ആണോ? ഓക്കെ. പിന്നെയോ ദ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈസ് ഡ്യൂ ടു ദി ഇത്ര മാത്രം ഓർമ്മിക്കുക, അൺഈക്വൽ ബൊംബാർഡ്മെൻറ്റ്. അൺഈക്വൽ ബൊംബാർഡ്മെൻറ്റ്, ഈക്വൽ അല്ലാത്ത ബൊംബാർഡ്മെൻറ്റ്, കൂട്ടിയിടികൾ. ആരുടെ? മൂവിങ് മോളിക്യൂൾസ്. മൂവിങ് മോളിക്യൂൾസ് ഓഫ് ഡിസ്പേഷൻ മീഡിയം. ഈ ഡിസ്പേഷൻ മീഡിയത്തിനകത്ത് മീഡിയം ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിനകത്തുള്ള അല്ലെങ്കിൽ കൊളോയിഡ്സിനകത്തുള്ള പാർട്ടിക്കിളുകളുടെ അൺഈക്വൽ മൂവ്മെൻറ്റ്, അണീക്വൽ ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൂട്ടിയിടികൾ, ബൊംബാർഡ്മെൻറ്റ്, ഇതൊക്കെയാണ് ഏതിലേക്ക് എത്തുന്നത്? ബ്രൗണിയൻ മൂവ്മെൻറ്റിനകത്തേക്ക് എത്തുന്നത്. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെൻറ്റിന് കാരണം എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസിൻ്റെ അൺഈക്വൽ ബൊംബാർഡ്മെൻ്റ് ആണ്. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ക്രമരഹിതമായ കൂട്ടിയിടികളാണ് എന്തിലേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ബ്രൗണിയൻ മൂവ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ദ കണ്ടിന്യൂസ് സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ഡിസ്പേഷൻ മീഡിയം. ഡിസ്പേഷൻ മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എന്തിൻ്റെ ആ സിക്സാഗ് മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഇതിലെ മോളിക്യൂൾസിൻ്റെ അൺഈക്വൽ ബൊംബാർഡ്മെൻ്റ് ആണ് എന്തിന് കാരണമാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു? ബ്രൗണിയൻ മൂവ്മെൻറ്റിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞു. പിന്നെയോ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെയിറ്റിൽ വ്യത്യാസം വരാം.
അങ്ങനെ സൈസ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? കുറയും. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരു ഇൻവേഴ്സ് റിലേഷനിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ. ഇനിയോ, സോ സസ്പെൻഷൻ ഡസ് നോട്ട് എക്സിബിറ്റ് എ ബ്രൗണിയൻ മൂവ്മെൻറ്റ്. എന്തുകൊണ്ടാണ് സസ്പെൻഷൻ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എക്സിബിറ്റ് ചെയ്യാത്തത്? അതിൻ്റെ കാരണം ഇതിന് മുന്നേ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ പറഞ്ഞാൽ മതി. എന്താണ് അതിൻ്റെ കാരണം? സസ്പെൻഷനുകളിലെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതാണ്, കൊളോയിഡൽ പാർട്ടിക്കിളിനേക്കാൾ വലുതാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പാർട്ടിക്കിൾസാണ് സസ്പെൻഷനകത്തുള്ളത്. അപ്പോൾ അതിന് സൈസ് കൂടുതലായതുകൊണ്ട് പിന്നെ അതിന് ബ്രൗണിയൻ മൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ലൈറ്റ് ചെന്ന് തട്ടുമ്പോൾ ഇത് അൺഈക്വലായിട്ട് പിന്നെ ബൊമ്പാഡ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് സസ്പെൻഷൻ എന്ത് കാണിക്കുന്നില്ല? ബ്രൗണിയൻ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ സിക്സാഗ് മാനറിലുള്ള ഈ ഡിസ്പേഷൻ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ്.